പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ പ്രതിരോധ സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ച് ഖത്തറും യുക്രൈനും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ദോഹ സന്ദർശന വേളയിലാണ് ഇരു രാഷ്ട്രങ്ങളും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചത്. ഖത്തർ രാഷ്ട്രീയ നേതൃത്വവുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തി. മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനുള്ള വൈദഗ്ധ്യ കൈമാറ്റം, പ്രതിരോധ നിക്ഷേപം തുടങ്ങിയവ ഉൾപ്പെട്ട സമഗ്ര കരാറുകളിലാണ് ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. ഖത്തർ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ അൽ ഥാനി, യുക്രൈൻ ദേശീയ സുരക്ഷാ പ്രതിരോധ കൗൺസിൽ സെക്രട്ടറി റുസ്തം ഒമറോവ്, സായുധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ആൻഡ്രി നാറ്റോ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകളിലാണ് കരാറുകളിൽ ധാരണയായത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുമായി യുക്രൈൻ പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ച എന്ന നിലയിലായിരുന്നു സംഭാഷണങ്ങൾ. മേഖലയിലെ പ്രാദേശികവും അന്തർദേശീയവുമായ പുതിയ സംഭവ വികാസങ്ങൾ ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാന്റെ കടന്നുകയറ്റവും യുക്രൈൻ യുദ്ധവും ചർച്ചയായി. ഇറാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ച സെലൻസ്കി ഖത്തറിന് ഐക്യദാർഢ്യവും അറിയിച്ചു. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ ഖത്തർ സ്വീകരിക്കുന്ന നടപടികൾക്ക് സെലൻസ്കി പൂർണ്ണ പിന്തുണ നൽകി. ലുസൈൽ പാലസിൽ സെലൻസ്കിക്കും സംഘത്തിനുമായി അമീർ ഉച്ചവിരുന്നൊരുക്കിയിരുന്നു. കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1, ദോഹ.